ഹായ് ഹലോ നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ, സുഖമല്ലേ? അപ്പോൾ ദേ രാവിലെ നമ്മുടെ കാപ്പൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇനിയിപ്പം ഉച്ചയ്ക്കുള്ള ഊണിനുള്ള കറികളൊക്കെ തയ്യാറാക്കണം. കറികളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കറികളൊന്നുമില്ല കേട്ടോ. നമുക്ക് സാധാരണക്കാരല്ലേ, അപ്പോൾ നമുക്ക് വീട്ടിലെന്താണോ ഉള്ളത്. ഇന്നിപ്പോൾ മീനൊന്നും വാങ്ങിയിട്ടില്ല, പച്ചക്കറി തന്നെയാണ്. അപ്പോൾ മോര് കാച്ചിതിരിപ്പുണ്ടേ. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ തക്കാളി മെഴുക്ക് പുരട്ടാനാണ്. ഒരു ചട്ടിയിൽ വറ വെച്ചതാണ് കേട്ടോ. തക്കാളി വറയിലിടാൻ വേണ്ടിയിട്ടാണ്. സവോള വഴറ്റി തക്കാളിയും വഴറ്റി നമുക്ക് മെഴുക്ക് പുരട്ടിയാക്കി എടുക്കണം. അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് വെച്ചതിന് ശേഷമാണ് ഞാൻ ആ കറിക്കുള്ളത് അടുപ്പത്ത് വെച്ചത്. അപ്പോൾ അനിക്കുട്ടിയും ഞാനും കൂടെയാണ് ഇവിടെ കറികളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എല്ലാം അരിഞ്ഞൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടണത് അനിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് മെഴുക്ക് പുരട്ടാനുള്ളതാണ് അപ്പോൾ തടപ്പത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ മോൻ ഇന്ന് വീട്ടിൽ ഇരുന്നുള്ള വർക്കാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേക്ക് പുറത്ത് പോയി മീൻ എന്തെങ്കിലും വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മീറ്റിംഗ് വന്നുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ അനിക്കുട്ടിക്ക് കുറച്ച് മാങ്ങാ ചമ്മന്തിയും കൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ തേങ്ങ ചിരണ്ടി ഇനി ചമ്മന്തി അരച്ചെടുക്കണേ. പിന്നെ തക്കാളി ഞാൻ ദേ വറയിലിട്ടിട്ടുണ്ട്. ഇവിടെ തക്കാളി മെഴുക്ക് പുരട്ടി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. തക്കാളിയും സവോളയൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ മെഴുക്ക് പുരട്ടിയായിട്ട് എടുക്കുകയല്ലേ, അത് നല്ല ടേസ്റ്റ് അല്ലേ ചോറ് കഴിക്കാനൊക്കെ. പിന്നെ ചെറിയ മത്തി നമ്മുടെ റോഡേ കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വാതിക്ക് റോഡാണല്ലോ, അപ്പോൾ അതിലെ കൂടെ മീൻകാരി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് ചെറിയ മത്തി ആയതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. ചെമ്മീൻ എന്തെങ്കിലും ആണെങ്കിൽ മേടിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നാണ് കേട്ടോ. പക്ഷേ വേറെ ആരും വരാഞ്ഞുകൊണ്ട് പിന്നെ ഓർത്ത് പച്ചക്കറി തന്നെ ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ മോര് കാച്ചതുണ്ടല്ലോ, അപ്പോൾ ഈ മെഴുക്ക് പുരട്ടിയും ചമ്മന്തി ഉണ്ട്, അപ്പോൾ അതുകൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോനും പറഞ്ഞു എന്നാൽ ഇത് മതി, ഇനിയിപ്പോൾ ഒന്ന് നോക്കി മേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ദേ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ ദേ ആ മെഴുക്ക് പുരട്ടി ഞാൻ തീരെ മെഴുക്ക് പുരട്ടിയായിട്ടല്ല കേട്ടോ, അല്പം ചൂടുവെള്ളവും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ലൂസായിട്ട് കിട്ടണം നമുക്ക്. ഒരുപാട് ഡ്രൈ ആക്കിയല്ല ഞാൻ എടുക്കുന്നത്, അതാണ് ഇവിടെ കൂടുതലും ഇഷ്ടം. അപ്പോൾ ദേ ഇനിയിപ്പോൾ തേങ്ങയും കൂടെ ചിരണ്ടി എടുത്തിട്ട് നമ്മൾ മാങ്ങ ഒഴിച്ച് ചമ്മന്തിയും കൂടെ അരക്കാൻ പോയിണേ. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ ഉള്ളു കറികൾ, ഇതൊക്കെ തന്നെ. അപ്പോൾ അതൊക്കെ ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ ഇന്നലെ ആ ഗോതമ്പ് കഴിഞ്ഞ ദിവസം ഞാൻ വെയിലത്തിട്ട് ഉണക്കിയില്ലേ, അപ്പോൾ വൈകുന്നേരം കല്യാണത്തിന് പോകേണ്ടത് കൊണ്ട് ഞാൻ പെട്ടെന്ന് അത് വാരി വെച്ചതാകട്ടെ. ജോലി പെട്ടെന്ന് അല്ലെങ്കിൽ പിന്നെ നമുക്ക് പോകാനുള്ള ധൃതിക്കെല്ലാം ഒന്ന് ഞാൻ ഒതുക്കിയതായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ചെന്നിട്ട് അതെടുത്ത് വെയിലത്തൊന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ ചൂട് കൊള്ളിച്ചിട്ട് പൊടിപ്പിക്കണം. ഒന്ന് പേറ്റിയൊക്കെ എടുത്തിട്ട് വേണം പൊടിപ്പിക്കാനായിട്ട്. അപ്പോൾ ഞാനത് ഇടക്ക് പാചകത്തിനിടക്ക് ടെറസയിലും പോയിട്ട് ഞാനതൊന്ന് ഇടക്ക് ചിക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ കണ്ണാടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, പ്രാവ് വരാതിരിക്കാനായിട്ട്. പിന്നെ മോൻ അവിടെ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ഇടയ്ക്ക് നോക്കിക്കോളും. വരികയാണെങ്കിൽ എന്നെ വിളിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുക്കളയിൽ പാചകം നടത്തിയാലും നമ്മൾ ഇതിനിടയ്ക്ക് നമുക്ക് വേറെയും കുറേ പണികളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. പുറത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റൗ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മൾ ഓടിപ്പോവല്ലേ, എന്നിട്ട് വന്നിട്ടായിരിക്കും ബാക്കി ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ആരെങ്കിലും വിളിച്ചാൽ പുറത്തേക്ക് ഓടണം, പിന്നെ അകത്ത് വരണം, പാചകം ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളല്ലേ. അപ്പോൾ അതേ കറികളൊക്കെ ഒന്ന് കാണിക്കണേ. അപ്പോൾ മോൻ അവിടെ വന്ന് എന്തൊക്കെയോ തമാശ പറയണം കേട്ടോ, അതാണ് ഞാൻ ചിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ മോര് കറി, ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, പിന്നെ ദേ മാങ്ങാ ചമ്മന്തി. അപ്പോൾ ഇത് മതിയല്ലോ നമുക്ക് ചോറ് കഴിക്കാനല്ലേ. പിന്നെ ദേ തക്കാളി അവിടെ റെഡിയായി ചട്ടിയിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി ചോറും കൂടെ പാത്രത്തിലിട്ടിട്ട് നമുക്ക് പോയി കഴിക്കണം. അപ്പോൾ നമ്മുടെ ഊണൊക്കെ റെഡിയായി. അപ്പോൾ ഈ സമയം നമ്മുടെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൂട്ടുകാർ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അതേ ഞാൻ ചോറ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല ചൂട് ചോറാണ്. ഞാൻ ഇപ്പോഴാണ് ചോറ് കഴിക്കാൻ നേരത്താണ് ഞാനൊന്ന് നിവർത്തെടുത്തത്, അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ചോറ് നല്ല ചൂട് വേണം കേട്ടോ. തണുത്ത ചോറിനോടൊന്നും ആർക്കും താല്പര്യമില്ല, എപ്പോഴും നല്ല ചൂട് ചോറ് തന്നെ വേണം. അങ്ങനെ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഗോതമ്പ് ഇട്ടിരിക്കുന്ന നോക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ വെയിലുണ്ട്, വെയിൽ പോയെങ്കിൽ അതൊന്ന് ഏകദേശം കുറച്ച് വെയിൽ കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ ഞാനതൊന്ന് പേറ്റാൻ വേണ്ടിയിട്ട് ടെറസേ വന്നതാണ്. ഇനി അത് പേറ്റി എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് സമയം അവിടെ കസേര ഇരുന്ന് കേട്ടോ, കുറച്ച് വെയിലും കൂടെ കൊണ്ടോട്ടെ എന്ന് വെച്ചിട്ട്. അങ്ങനെ ഞാൻ പിന്നെ അത് എടുത്ത് പേറ്റി അവിടെ ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മില്ലിൽ തുറന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ പൊടിപ്പിക്കും, ഇതില്ലെങ്കിൽ നാളെ പൊടിപ്പിക്കും. അപ്പോൾ അതേ ആ കാച്ചിലെല്ലാം ഞാനൊന്ന് ചെത്താൻ വേണ്ടിയിട്ടൊന്ന് മുറിച്ച് പേപ്പറെ വെച്ചാണ് കേട്ടോ. ഇതിനൊരു കറയുള്ളതാണേ. അപ്പോൾ ചെത്തി നമ്മൾ എപ്പോഴും ഇതുപോലെ വെള്ളത്തിലിട്ടേക്കണം. ഒരു വഴുവഴുപ്പുള്ളതാണ് കാച്ചിലിനെ. അപ്പോൾ ഒരുപാട് സമയം നമ്മൾ ഇങ്ങനെ ഒലച്ചൊലച്ച് കഴുകണം. ഒലച്ചൊലച്ച് 2-3 പ്രാവശ്യം കഴുകണം. കഴുകി ഒരു 3-4-5 പ്രാവശ്യം കഴുകണം. കഴുകിയെടുത്താൽ മാത്രമേ ഇതിൻ്റെ ആ വഴുവഴുപ്പ് പോവുള്ളൂ. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട്
സ്റ്റൗവിലേക്ക് വെക്കുക. പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നമുക്ക് തിളക്കുമ്പോൾ ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ എല്ലാം ഒന്ന് മുങ്ങി കിടക്കത്തക്ക വിധത്തിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം തിള വന്ന സമയത്ത് ഞാൻ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. ഒരു തവി കൊണ്ട് നമുക്ക് അതിൻ്റെ അപ്പുറത്തെ സൈഡ് കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് പിടിക്കണമല്ലോ എല്ലായിടത്തും. ഇനി ഇതിവിടെ ഇരുന്ന് വെന്ത് വരട്ടെ. വെന്ത് കുറേ സമയം ഒരു അര മണിക്കൂറെങ്കിലും വേണം ഇതിൻ്റെ വേവ്. എന്നിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. കുത്തി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും വെന്തായില്ലേ എന്നുള്ളത്. അപ്പോൾ അതേ വെന്തിട്ടുണ്ട്. ഞാനത് സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ കൂടെ കുറച്ച് മുളക് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും ഉപ്പും മുളകും ഒക്കെ കൂടെ ചതച്ചെടുത്ത് കാപ്പിയുണ്ട് കേട്ടോ. കട്ടൻ ചായയും കൂട്ടിയിട്ടാണ് കഴിച്ചത്. പിന്നെ വൈകുന്നേരം നമുക്കിന്ന് കഞ്ഞിയാണ് കേട്ടോ. ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് വൈകിട്ട് ആ പോക്കയില്ലേ, അതായത് വാഴച്ചുണ്ടുണ്ടായിരുന്നു, അതൊന്ന് ചെറുപെറുവായിട്ട് തോരൻ വെച്ചെടുത്ത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം. ടാറ്റ.